ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സീരീസ് എന്ന് പറഞ്ഞാണ് അവർ റിലീസ് ചെയ്തതെങ്കിലും പക്ഷേ സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ ആകെ 40 മിനിറ്റ് സീരീസ് ഈ ഒരു സീരീസിൻ്റെ ദൈർഘ്യം വരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിൽ ഈ സീരീസ് എന്ന് പറയാൻ തോന്നിയില്ല, ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഷോർട്ട് മൂവി എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നാൽ 4 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു മലയാളം സീരീസാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്ന് റിലീസ് ചെയ്ത സീരീസാണ്. ഹാപ്പി ജേണി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കുറഞ്ഞ കഥാപാത്രങ്ങളെ ഈ ഒരു സീരീസിലുള്ളൂ എന്നുള്ളതാണ്. ശോഭാ വിശ്വനാഥാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അതുകൂടാതെ വിഷ്ണു ജോഷി ഉണ്ട്, പിന്നെ അങ്കിത അർജുന്, അതുകൂടാതെ ഗോപിക സജു എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ ഈ സീരീസിൻ്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോഴിമുട്ട സൈക്കോ എന്ന് പറയാം. ഒരു ത്രില്ലറാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സംഭവം ത്രില്ലർ ജേണറാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് ഈ സീരീസിൽ സത്യം പറയുകയാണെങ്കിൽ നല്ലതുപോലെ എടുക്കാമായിരുന്നു തോന്നുന്നു. അവർക്ക് നല്ലപോലെ ചെയ്യാമായിരുന്നു. അവർക്ക് എഡിറ്റിംഗ് കുറച്ച് പ്രശ്നങ്ങളുള്ളത് തോന്നി. അതുകൂടാതെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലെങ്ത് വളരെ കുറവായിപ്പോയി. പെട്ടെന്ന് ടക്ക് 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 പറഞ്ഞ സംഭവം ഒന്ന് നോക്കോട് ഒരു പിടിതരാത്ത രീതിയിൽ ഒറ്റ പോക്ക് അങ്ങോട്ട് പോകുന്ന പോലെ തോന്നി എനിക്ക്. എന്നാൽ കുറച്ചുകൂടി ലെങ്ത്തൊക്കെ കൊടുത്തിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കൊടുത്തിട്ട് ഒരു ഷോർട്ട് മൂവി ആയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് തന്നെ ചെയ്യാമായിരുന്നു അവർക്ക് എന്നുള്ളതാണ്. ഞാൻ പറയല്ലോ, നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ശോഭാ വിശ്വനാഥിൻ്റെ പെർഫോമൻസ് ഒക്കെ ഫീലാണ്. പക്ഷേ ഡബ്ബിങ് അവിടെ ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ തോന്നി. പിന്നെ അതിൽ വില്ലൻ വേഷത്തെ വിഷ്ണു ജോഷി, അവരുടെ ഒരു ഡബ്ബിങ്ങിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ തോന്നി എനിക്ക്. പെർഫോമൻസ് കുറച്ചുകൂടി നീറ്റാക്കാമായിരുന്നു തോന്നുന്നു. പിന്നെ എനിക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടത് പിന്നെ അങ്കിത അർജുന അതുപോലെ തന്നെ ഗോപിക സജു, ഇവർ രണ്ടുപേരുടെയും പെർഫോമൻസ് ആയിരുന്നു. വളരെ നാച്ചുറലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ അങ്കിത അർജുന് പല ഷോർട്ട് ഫിലിമുകളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വരുന്ന സീരീസ് വരുന്ന യൂട്യൂബിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അതിലൊക്കെ പല ഇതിലും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചൊരു മുഖമാണ്. നല്ല ഒരു എന്താ പറയുക, നല്ല പെർഫോമൻസ് ആണ്. നല്ലൊരു ഭാവി ഉണ്ട് എന്നുള്ളൊരു കാണിക്കുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അവിടെ ഒക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഈ 4 എപ്പിസോഡേ ഉള്ളൂ, 40 മിനിറ്റേ ഉള്ളൂ. ഇതിന് ഒരു സെക്കൻഡ് സീസണും കൂടി അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. സെക്കൻഡ് സീസൺ എന്നുള്ള രീതിയിൽ ആണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സെക്കൻഡ് സീസണും കൂടി കൂട്ടിയിട്ട് ഒരൊറ്റ സീസണായിട്ട് ഒരു ശരിക്കും പറയാം ഈ 4 എപ്പിസോഡ് തന്നെ മതി. 4 എപ്പിസോഡ് തന്നെ ഒരു 20 മിനിറ്റുള്ള 4 എപ്പിസോഡുകൾ ചെയ്തിരുന്നെങ്കിൽ ഒരു എപ്പിസോഡ് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓരോ എപ്പിസോഡും ഈ പേര് കൊടുക്കുന്ന രംഗങ്ങളും ആ ഒരു ഇത് ഒഴിവായി ഏകദേശം 35 മിനിറ്റ് ഈ ഒരു സംഭവമുള്ളൂ. അതുകൊണ്ട് ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു അവർക്ക് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സെക്കൻഡ് സീസൺ കൊണ്ടുവച്ചിട്ട് ഒരു ഷോർട്ട് മൂവി എന്നുള്ള രീതിയിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഇത് സാധാരണ യൂട്യൂബിലൊക്കെയാണ് ഇങ്ങനെ വരാറുള്ളത്. 10 മിനിറ്റുള്ള ഓരോ എപ്പിസോഡുകളിൽ ഓരോ ആഴ്ചകളായിട്ട് ഇറങ്ങുന്ന രീതിയിലുള്ള വെബ് സീരീസ് പറഞ്ഞിട്ട് പിന്നെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ഇത് സൈനാപ്ലേയിൽ ഒറിജിനൽ വെബ് സീരീസ് പറഞ്ഞൊക്കെ ഇറക്കുന്ന സമയത്ത് ഞാൻ കരുതി മലയാളത്തിലുള്ള വെബ് സീരീസ് സൈനാപ്ലേയിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി ലെങ്ത് കാര്യങ്ങളൊക്കെ നല്ല സംഭവം ഉണ്ട്. അത് കുഴപ്പമില്ല, സംഭവം അടിപൊളിയാണ്. നല്ല ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഒരു ത്രില്ലർ ജേണർ കൂടിയാണ്. എന്താ സംഭവം, പിന്നെ കുറേ തെറിവിളികളും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് 18+ ആണ് സംഭവം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ കണ്ടൻറ്റും അതുപോലൊക്കെ തന്നെയുള്ള കണ്ടൻറ്റും ആണ്. അപ്പോൾ കണ്ടുപോകുക. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ആകെ 40 മിനിറ്റ് സിനിമയുടെ ഈ ഒരു സീരീസിൻ്റെ ദൈർഘ്യം, സീരീസ് തന്നെ പറയാം. അവർ അവകാശപ്പെടുന്ന സീരീസ് എന്നാണ്. അതുകൊണ്ട് സീരീസ് തന്നെ പറയാം. ഈ ഒരു സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത് ആകെ 40 മിനിറ്റേ ഉള്ളൂ എന്നുള്ളതാണ്. കുറച്ചുകൂടി ലെങ്ത് കൂട്ടിയൊക്കെ എടുത്തിരുന്നെങ്കിൽ നല്ലൊരു ഷോർട്ട് മൂവി എങ്കിലും കാണാം എന്നൊരു മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് സീസൺ ഇറക്കിയിട്ട് അവർ രണ്ടും കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വെയിറ്റ് ചെയ്യുന്നത് സെക്കൻഡ് സീസൺ വെയിറ്റിംഗ് ആണ്. കണ്ടു നോക്കുക. 40 മിനിറ്റേ ഉള്ളൂ. ജസ്റ്റ് ഒരു ടിപ്പിന് കണ്ടു നോക്കാവുന്ന സംഭവമാണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും